ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ. അതുപോലെ തന്നെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ. അത് സത്യം തന്നെയാണ്. എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും. ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത്, ആ ഒരു കാറിൻ്റെ കീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റം പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ. അത് കറക്റ്റാണ്. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ചോദിച്ച് മേടിച്ച ഒരു സ്ത്രീധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല, ചോദിച്ച് മേടിച്ചതായതുകൊണ്ട്. അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ കിച്ചു ചേട്ടൻ്റെ മോൻ ലക്കി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ആ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻസുകൾ വന്നായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണത്? കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ്. ലക്കി ഫാമിലിയിലെ കിച്ചു കല്യാണം കഴിച്ച അനു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലക്കി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യത്തെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമേ തുടങ്ങുന്ന ഇതേ കണക്ക് അനു സംസാരിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ വിശ്വസിച്ച കണക്ക് എന്നെ സത്യമാണ്, എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിക്കും അപ്പോഴത്തേന് ആൾക്കാരൊക്കെ പറഞ്ഞ സത്യമാണോ എന്നുള്ള രീതിയിൽ. പിന്നെ ഇവർ 3 പേരും കൂടെയൊക്കെ വന്നിരുന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ പറയണമെന്നാണോ നിങ്ങൾ ആലോചിച്ചത്? അങ്ങനെയൊന്നുമല്ല, ആ ഒരു കല്യാണത്തിന് എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടോ ഒന്നുമല്ല. അതിപ്പോൾ ആൾക്കാർ ഞങ്ങളുടെ ചാനലിലൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഡൗൺ ആയിട്ട് നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ആൾക്കാർ ഓൺലൈൻ മീഡിയാസൊക്കെ വീഡിയോസൊക്കെ എടുത്തതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ ടയേർഡായിട്ടൊക്കെ ഇരുന്നത് കൊണ്ടാണ് അങ്ങനെ ഫേസൊക്കെ ഉണ്ടായിരുന്നത്. അല്ലാതെ ഇഷ്ടക്കേടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ കുറേയധികം പേര് ഇല്ലാത്തതും അറിയാത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ മറ്റു ചിലർ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രേമിച്ചാണ് കല്യാണം കഴിക്കുന്നത്, എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് തന്നെ കുറേ നാളായി, വളരെ ആഗ്രഹിച്ചാണ് ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ നടന്നൊരു കല്യാണം കൂടിയാണ്. അന്നത്തെ ദിവസം ഭയങ്കര ടയേർഡായിപ്പോയി. ഇപ്പോൾ കല്യാണം കഴിച്ച എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് എന്തുമാത്രം ടെൻഷൻ ഉണ്ടായിരിക്കും, എന്തുമാത്രം ടയേർഡായിരിക്കും അന്നത്തെ ദിവസം എന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, അത് നിർത്തുക. നിങ്ങൾ കാര്യം അറിയാതെയാണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. അല്ലാതെ എനിക്ക് കല്യാണത്തിന് ഇഷ്ടക്കേടോ ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നാണ് അനു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.